അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിൽ പോയതോടെ കുറച്ച് ദിവസത്തേക്ക് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഇവിടത്തെ ഈ ചൂടത്ത് കിടന്ന് ഉരുകാണ്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് ചിറാപ്പുഞ്ചി മഴ നനഞ്ഞാലോ എന്ന്. കാരണം സമ്മർ വെക്കേഷൻ കഴിയാൻ ഇനി 1.5 മാസത്തെ സമയമുണ്ട്. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് കാര്യമായ പർച്ചേസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ ഈ പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് പെട്ടിയിലുണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് ഇല്ലേ, അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് അൽറായിലേക്കാണ് കേട്ടോ. അതാവുമ്പോൾ ഈ ലുലു മാക്സ്, റെട്ടാഗ്, അൽനാസർ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഈ അൽക്കുലത്തെ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് ആദ്യം നമ്മൾ സിറ്റി സ്റ്റാറിലോട്ടാണ് കേട്ടോ പോയത്. ആദ്യക്കിതേ വേണ്ടതും വേണ്ടാത്തതും എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ട്. വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് അധികം കറങ്ങി നടന്ന സമയം കളയേണ്ടി വന്നില്ല കേട്ടോ. നമ്മുടെ ലബൂബു ഡോൾസ് ഒക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ തറവാടായ ലുലുവിലേക്കാണ് കേട്ടോ പോയത്. ലുലുവിൽ പോയി ഷോപ്പ് ചെയ്താലേ നാട്ടിലേക്ക് പോകാറായി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. ഈ നാട്ടിൽ പോകാൻ കുറച്ച് സന്തോഷമുള്ള പരിപാടിയാണെങ്കിലും ഇതേ ഒരു പർച്ചേസിങ്, പാക്കിങ്, യാത്ര ഇതൊക്കെ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇപ്രാവശ്യമാണെങ്കിൽ ഞാനും ആദ്യം കൂട്ടിയിട്ടാണ് പോണത്. കിച്ചും കൂടെ കൂടുതലുള്ളതുകൊണ്ട് റിസ്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ പെട്ടിയിൽ എനിക്ക് പൊക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ നമ്മൾ പോയത് ഈ ഒരു ഗാർമെൻസിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ. നാട്ടിൽ പോകുന്നത് ഞങ്ങളാണെങ്കിലും കാര്യമായിട്ട് പർച്ചേസ് ചെയ്തത് കിച്ചുവാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറയും കേട്ടോ. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞതേ വീട്ടിലെത്തി അട്ടത്തിരുന്ന പെട്ടിയൊക്കെ താഴെ ഇറക്കി പാക്കിങ് കഴിഞ്ഞതേ നമ്മൾ റെഡിയായി. ചന്നം ഭിന്നം എല്ലായിടത്തും നമ്മുടെ പേരൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടി എങ്ങനെയൊക്കെ തിരിഞ്ഞു വന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റണം. അപ്പോൾ എന്തായാലും പെട്ടി റെഡി. ഇനി പോകാനുള്ള ആൾക്കാർ കൂടെ റെഡി ആയാൽ മതി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.